നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്ന നമ്മുടെ കെറ്ററ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നിങ്ങളും ഞങ്ങളും ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ്, കെറ്ററ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. എത്തിക്കഴിഞ്ഞു നോട്ടിഫിക്കേഷൻ. അതിന്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ നിങ്ങളോട് പറയട്ടെ, ഈ വരുന്ന തിങ്കളാഴ്ച മാർച്ച് 27-ാം തീയതി നമ്മൾ കെറ്ററ്റിന്റെ പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത അത്രയും വലിയൊരു ചെറിയ ഫീസിലാണ് നമ്മൾ ഈ കോഴ്സ് നിങ്ങൾക്ക് തരുന്നത്. വലിയൊരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഇതിൽ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ചരിത്രം സൃഷ്ടിക്കാൻ നിങ്ങളും ഞങ്ങളോടൊപ്പം എന്ത് ചെയ്യുക, ചേരുക. ഇനി നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം അല്ലേ. എന്താണ് കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വിജ്ഞാപനം പുറത്തിറങ്ങി. ഒരുപാട് ആളുകളുടെ പ്രതീക്ഷയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്താണ് പരീക്ഷാ ഭവൻ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ എന്തൊക്കെ ഡേറ്റുകള്, പരീക്ഷ നടത്തുന്ന ദിവസം, അതുപോലെ തന്നെ എന്നാണ് ഫീസ് അടയ്ക്കേണ്ടത്, ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ തന്നെ ആ ലിസ്റ്റുകളെ ഡേറ്റുകൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക കേട്ടോ. അപ്പോ എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? പരീക്ഷ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി ഓർക്കുക, 3/4/2023 ഡേറ്റ് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞു അല്ലെ. 3/4/2023. ഇപ്രാവശ്യം വളരെ പെട്ടെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡേറ്റുകൾ വന്നിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയം, കുറച്ച് സമയം മാത്രമേ ഉള്ളൂ നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്. 3/4/2023 ഫീസ് അടയ്ക്കുക, അപേക്ഷിക്കുന്നതിനുള്ള ഫീസ് അടയ്ക്കുന്നതിനുള്ള അവസാന തീയതി 17/4/2023 അവസാനിക്കുന്നത് എന്നാണ്, 17-ാം തീയതിയാണ്. ഫൈനൽ പ്രിന്റ് എടുക്കുന്നതിനുള്ള അവസാന തീയതി 17/4/2023. വെബ്സൈറ്റിൽ നിന്ന് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട തീയതി എന്ന് പറയുന്നത് എന്താണ്, 25/4/2023 വെബ്സൈറ്റിൽ നിന്ന് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടുന്ന സമയമാണ്. അപ്പോൾ ഏപ്രിൽ മാസത്തോടുകൂടി, ഏപ്രിൽ 25-ാം തീയതിയോടുകൂടി അപേക്ഷ അയക്കലും ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യലും ഒക്കെ കഴിയുന്നു. അതിനുശേഷമാണ് നമ്മളുടെ പരീക്ഷ ടൈം ടേബിൾ ഇതാ ഇവിടെ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്. എന്താ പരീക്ഷ ടൈം ടേബിളിൽ പറഞ്ഞിരിക്കുന്നത്? കാറ്റഗറി 1 കാറ്റഗറി 1 12/5/2023 വെള്ളിയാഴ്ച 10 മുതൽ 12:30 വരെയാണ് സമയം തന്നിരിക്കുന്നത്. കാറ്റഗറി 1ന്റെ സമയം 12:05. കാറ്റഗറി 2നും 12:05 തന്നെയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷ. 2 മുതൽ 4:30 വരെയാണ് പരീക്ഷാ സമയം. കാറ്റഗറി 3കാർക്ക് വെള്ളി കഴിഞ്ഞ് ശനിയും ഞായറും കഴിഞ്ഞ് പിന്നെ തിങ്കളാഴ്ചയാണ് അടുത്ത പരീക്ഷ. 15-ാം തീയതിയാണുള്ളത്, തിങ്കളാഴ്ച 15, 10 മുതൽ 12:30 വരെ കാറ്റഗറി 3കാർക്കും ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ 4:30 വരെ ആർക്കാണ്, കാറ്റഗറി 4. കുറച്ച് സമയം മാത്രമാണ് ഇനി നമ്മളുടെ മുന്നിൽ എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. കൃത്യമായിട്ടുള്ള പഠനം അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള പഠനം തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കണു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തീർച്ചയായിട്ടും നിങ്ങൾ എയിം സ്റ്റഡി സെന്ററിന്റെ കോഴ്സ് ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയണം. കെറ്ററ്റ് കോഴ്സുകൾ നമ്മൾ തിങ്കളാഴ്ച തുടങ്ങുന്നു എന്ന് പറഞ്ഞു. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 ഈ 3 കാറ്റഗറിയിലും നമ്മൾ കോഴ്സുകൾ കൊടുത്തു വരുന്നുണ്ട്. ഒന്നാം കാറ്റഗറിയിൽ കാറ്റഗറി 1, കാറ്റഗറി 2 സയൻസിനും മാത്സിനും അതുപോലെ തന്നെ സോഷ്യൽ സയൻസിനും ഉണ്ട്. കാറ്റഗറി 3 നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, ഇംഗ്ലീഷ്, മാത്സ് ഇത് പറഞ്ഞ ഈ വിഭാഗങ്ങളിലെല്ലാം നമ്മൾ വളരെ ചിട്ടയായിട്ട് സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകളാണ് നൽകി വരുന്നത്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളാണ് നമ്മളുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് SCERT ടെക്സ്റ്റ് ബുക്കുകളുടെ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ അതിന്റെ PDF നോട്ടുകൾ എല്ലാം നമ്മൾക്ക് നമ്മുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്നതാണ്. അപ്പോൾ എല്ലാവരും വൈകാതെ തന്നെ അടുത്ത കോഴ്സിന് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഡേറ്റും കാര്യങ്ങളും പരീക്ഷയുടെ ഡേറ്റും ഒക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക. എല്ലാവർക്കും നന്ദി.